കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് പാനൂരിൻ്റെ വികസനവും രാഷ്ട്രീയവുമാണ്. പാനൂർ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നാട്ടുകാരുടെ ഉള്ളിൽ ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കൊന്നും കൊലവിളി നടത്തിയും ആളുകളെ തീർത്തൊക്കെ നടന്നൊരു കാലം. പക്ഷേ ഇന്നത്തെ പാനൂരിൻ്റെ സ്ഥിതി മാറി. വലിയ വികസനവും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സൗഹൃദവുമുള്ള ഒരു മണ്ണായി പാനൂർ മാറി. പിന്നെ അറിയപ്പെടിയ PR-ൻ്റെ മണ്ണാണെന്ന്. PR കുറുപ്പിൻ്റെ നാട്. PR കുറുപ്പ് നമുക്കറിയാം, മന്ത്രിയായിരുന്നു, ദീർഘകാല MLA ആയിരുന്നു, ഒരു വലിയ പോരാളിയുമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒത്തിരി കഥകൾ PR-ൻ്റേതായിട്ട് ആ മണ്ണിലുണ്ട്. എന്നാൽ പാനൂർ എന്ന് പറയുന്ന കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് പാനൂർ. പാനൂർ എപ്പോഴും ഗതാഗതക്കുരുക്കിന് പേര് കേട്ട ഒരു നഗരമാണ്. എപ്പോഴും അവിടെ ഒരു ഗതാഗതക്കുരുക്ക് അവിടെ ചെല്ലുന്നവരൊക്കെ അനുഭവപ്പെടാറുണ്ട്. 10 വർഷമായി അവിടെ നഗരസഭ രൂപീകൃതമായിട്ടുള്ളത്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പാനൂരും അതിന് ചുറ്റുവട്ടത്തും ഉള്ള പ്രദേശങ്ങളാണ്. പാനൂർ ഇടുന്ന കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ ജനപ്രതി MLA KP മോഹനാണ് PR കുറുപ്പിൻ്റെ മകനാണ്. പക്ഷേ നഗരസഭ ഭരിക്കുന്നത് UDF ആണ്. നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന് പറയുന്നത് LDF ആണ്. പാനൂരിൻ്റെ വികസനവും രാഷ്ട്രീയവും പല രീതി കേരളത്തിലെ ഒരു പ്രദേശത്തിനും ഇല്ലാത്ത രാഷ്ട്രീയ സ്വഭാവമുള്ളൊരു മണ്ണാണ്. സോഷ്യലിസ്റ്റുകളുടെ ഒരു മണ്ണാണ്. കുറച്ച് സോഷ്യലിസ്റ്റുകൾക്ക് സ്വാധീനമുള്ള PR-ൻ്റെ മണ്ണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കാലം മാറി, കഥ മാറി. അപ്പോൾ നമുക്ക് പാനൂരിൻ്റെ വികസനവും രാഷ്ട്രീയവും ഒന്ന് ചർച്ച ചെയ്താലോ? ആ മേഖലയിൽ നിന്നുള്ള പ്രമുഖരായ 3 നേതാക്കളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. UDF-ൽ നിന്നും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം, ഏതാണ്ട് 4 വർഷക്കാലം പാനൂർ നഗരസഭയെ നയിച്ച V നാസർ മാഷ് നമ്മോടൊപ്പം ചേരുന്നു. CPM-ൽ നിന്ന് അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗം ശ്രീ KK സുധീർ കുമാർ, BJP-യിൽ നിന്ന് ശ്രീ രത്നാകരൻ അവിടുത്തെ മണ്ഡലം സെക്രട്ടറിയാണ്. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് നാസർ മാഷിൽ നിന്ന് തുടങ്ങാം. കാരണം 4 വർഷം നഗരസഭയെ നയിച്ചത് അദ്ദേഹമാണ്. ആ കാലഘട്ടത്തിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറി തന്നെ തിരിഞ്ഞു. അങ്ങനെ ഒരു പ്രത്യേകതയും ആ നഗരസഭയ്ക്കുണ്ട്. എങ്ങനെ കാണുന്നു പാനൂർ എന്ന ആ പ്രദേശത്തിൻ്റെ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ? കഴിഞ്ഞ 10 വർഷക്കാലം താങ്കളുടെ നേതൃത്വത്തിൽ UDF തന്നെയാണ്, താങ്കളുടെ പ്രസ്ഥാനം തന്നെയാണ് നഗരസഭയെ നയിച്ചത്. നഗരസഭയുടെ വികസനം എത്രമാത്രം നടത്താൻ UDF-ന് സാധിച്ചു, UDF ഭരണത്തിന് സാധിച്ചു? പാനൂർ നഗരസഭ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച നവാസ് പറഞ്ഞതുപോലെ 10 വർഷം ആകുകയാണ്. ഈ 10 വർഷത്തിന് 3 പഞ്ചായത്തുകൾ ചേർന്നുകൊണ്ടാണ് പാനൂർ നഗരസഭ രൂപീകൃതമായിട്ടുള്ളത്. പക്ഷേ അന്നു മുതൽ ഇതുവരെയുള്ള സമയങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ പാനൂർ നഗരസഭയിൽ ആവശ്യമായ ഉദ്യോഗസ്ഥന്മാർ കിട്ടാത്ത വല്ലാത്തൊരു പ്രയാസം അന്നും അനുഭവിക്കുന്നുണ്ട്, ഇന്നും അനുഭവിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാന ഇപ്പോൾ ആണ് യഥാർത്ഥത്തിൽ ഒരു നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ടുള്ള സെക്രട്ടറിയും HIയും അതേപോലെ തന്നെ Aയും അടക്കം 3 ആളുകളെയും കിട്ടിയ ഒരു സന്ദർഭം ഈ സമയമാണ്. അതിന് മുന്നേ കിട്ടിയിട്ടില്ല. അതാണ് പലപ്പോഴും ഞങ്ങൾ പറയുന്ന കാര്യം. പാനൂർ നഗരസഭയോട് എന്തോ ഒരു വിവേചനം. എന്തുകൊണ്ട്? കാരണം UDF ആണ് ഭരിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ കാണുന്നത്. ബാക്കിയായിട്ടൊന്നും നമ്മൾ അങ്ങനെ കാണുന്നില്ല. അതിന് പാനൂർ നഗരസഭയോട് കാണിക്കേണ്ട അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷേ ഈ തരത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ വല്ലാത്ത ഒരു കുറവ് പാനൂർ നഗരസഭയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്നത് 2020-ലാണ്. 2020 ഡിസംബറിലാണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്. 2000 അധികാരത്തിൽ വരുമ്പോൾ ഭരിച്ചത് ഞങ്ങളെ പറയാം അതിക്ക്. അപ്പോൾ വന്നപ്പോൾ തന്നെ അന്നത്തെ സെക്രട്ടറി ഉണ്ടായിരുന്നു രവീന്ദ്രൻ. അയാൾ വയനാട്ടുകാരനാണ്. അത് ട്രാൻസ്ഫർ ആയിട്ട് പോയി. പിന്നെ ഞങ്ങൾ കിട്ടുന്നത് 6 മാസം കഴിഞ്ഞിട്ടാണ് ഒരു സെക്രട്ടറി കിട്ടുന്നത്. ആ സെക്രട്ടറി അഭിലാഷ് എന്ന് പറയുന്ന ആൾ. അയാൾ ഒരു 6 മാസം ആകുമ്പോഴത്തെ 5 മാസം മുമ്പ് അയാൾ എന്ത് ചെയ്തു? അയാളെ ട്രാൻസ്ഫർ ആക്കി മട്ടന്നൂരേക്ക്. പിന്നെ ഞങ്ങൾക്ക് സെക്രട്ടറി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് സെക്രട്ടറി വരുന്നത് 2023 പ്രവീൺ എന്ന് പറയുന്ന ഒരാളാണ്. വിവാദ നായകൻ. ഇല്ലാത്തതായിട്ടെല്ലാം കണക്ക് തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ഒരു സ്ഥിതിയാണ് നമുക്കുണ്ട്. ഒരു സെക്രട്ടറി ഇല്ലാതെ ഒരു നഗരസഭ കൊണ്ടുപോകാൻ നടത്തി ഞങ്ങൾ വികസനങ്ങൾ ഒരുപാട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുന്നത്. 40 വാർഡുകൾ, ഏകദേശം 25,000-ഓളം ബിൽഡിങ്ങുകൾ, അത്രയും പദ്ധതി, ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നിർവഹിക്കണം. അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആണ്. 2022 റിട്ടയർ ചെയ്താണ്. പിന്നെ നമുക്ക് കിട്ടിയില്ല. കിട്ടുന്നത് ഇപ്പോഴാണ് കിട്ടുന്നത് നമുക്ക്. അടുത്ത തവണ എന്ന് പറഞ്ഞാല് നമ്മളെ ഉദ്യോഗസ്ഥനെ വെച്ചു. ഞങ്ങൾ ശമ്പളം കൊടുത്തിട്ട് റിട്ടയർഡ് വെച്ചിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് സെക്രട്ടറി ഇല്ലാതെ സൂപ്രണ്ടിന് ചാർജ്, ക്ക് ചാർജ്, ഇങ്ങനെയൊക്കെ വെച്ചിട്ടും
നഗരസഭയുടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സാധിച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വരാം വികസനത്തിലേക്ക് വരുന്നതിന് മുമ്പ്. സുധീര, എന്തായിരുന്നു സംഭവം? ഒരു കറക്റ്റ് മാസം കറക്റ്റ് പറയുന്നു, ഉദ്യോഗസ്ഥരെ കൊടുക്കാതെ UDF ഭരണം എന്നുള്ളതുകൊണ്ട് ഞെക്കിപ്പിഴിഞ്ഞ് ഒരു അവസാനം സ്വന്തം ചെലവിൽ നഗരസഭയ്ക്ക് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരെ പിടിച്ച് ആക്കണം. ഇതൊക്കെ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത് സുധീർ? പാനൂർ നഗരസഭ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണോ ഈ ഉദ്യോഗസ്ഥരെ കൊടുക്കാതിരുന്നത്? അല്ല, ആ പോരായ്മകൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കരിയാട് അതുപോലെ തന്നെ പെരിങ്ങളം ഗ്രാമീണ സ്വഭാവമുള്ള പശ്ചാത്തലമുള്ള പഞ്ചായത്തുകളാണ്. പാനൂർ മാത്രമാണ് കുറച്ചുകൂടി നഗരസ്വഭാവം ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ പരാതിയായി നിലനിൽക്കുന്നുണ്ട്. അതൊരു വിഷയം, ഞാനതിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരത്തെ പഞ്ചായത്ത് നിന്ന് നേരിട്ട് വന്നപ്പോൾ പഞ്ചായത്തിലെ ജീവനക്കാരായിരുന്നു കൂടുതലായിട്ട് നഗരസഭയിലുണ്ടായിരുന്നത്. പാനൂർ പഞ്ചായത്തിലെ ജീവനക്കാരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ആ പാനൂർ പഞ്ചായത്തിലെ സെക്രട്ടറിയാണ് തുടക്കത്തിൽ നഗരസഭയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. പിന്നീട് പല പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും ആളുകൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നഗരസഭയിലും വേണ്ടത്ര ആളുകൾ എത്തിച്ചേർന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ചെയർമാൻ നാസർ മാഷ് ഉള്ള സമയത്ത് തന്നെ എത്രയോ തവണ തിരുവനന്തപുരത്ത് ഇടപെടുകയും ആളുകളെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ആളുകൾ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. വന്നിട്ടുണ്ട്, ഇടക്കാൽ സെക്രട്ടറി വന്നിട്ടുണ്ട്. അവരിങ്ങനെ സ്ഥിരമായി നിൽക്കാത്ത സ്വഭാവം കാണിച്ചിട്ടുണ്ടെങ്കിലും പേടിച്ചത് കൊണ്ടല്ല, കുറച്ച് ദൂരത്ത് നിന്ന് ആളുകൾ വരുമ്പോൾ അവരെ വേഗം തിരിച്ചു പോകാനുള്ള പ്രവണതയാണ് കാണിച്ചിട്ടുള്ളത്. അവർ പറയുന്ന അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത വിഷയങ്ങൾ അവർ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. നമ്മുടെ നഗരസഭയുടെ പരിമിതികൾ വളരെ കടുപ്പാണ്. നമ്മുടെ നഗരസഭയുടെ പഞ്ചായത്ത് ഓഫീസാണ് നഗരസഭ എന്ന് പറയുന്നത്. പാനൂർ പഞ്ചായത്ത് ഓഫീസാണ്. നമ്മളൊരു ഘട്ടത്തിൽ അവിടെയുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ യോഗം ചേർന്നിരുന്നു. സൗകര്യം ഇല്ല എന്നതാണ് പ്രധാനം. പെട്ടെന്നാക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ അവസ്ഥ ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ടാണ് പഞ്ചായത്തിന്റെ നിലവാരം എന്ന് പറയുന്നത്? പാനൂർ നഗരസഭ എന്ന് പരിഗണിക്കാൻ പറ്റാവുന്ന നഗരകേന്ദ്രീകൃതമായ സ്വഭാവമുള്ളത് പാനൂരിന് മാത്രമാണ്. മറ്റുള്ള ഗ്രാമീണമായ പശ്ചാത്തലമുള്ളതാണ്. വരുമാനത്തിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇവ കൂട്ടിച്ചേർത്ത് യഥാർത്ഥത്തിലെ ഒരു നഗരഭരണത്തിന് പര്യാപ്തമായ സാഹചര്യം ഇല്ലാത്തിടത്ത് അതുണ്ടാക്കി എന്ന പോരായ്മ ഇപ്പോഴും തുടരുന്നുണ്ട്. അല്ല, അത് ഉണ്ടാക്കാൻ ഭരണ സംവിധാനം വിചാരിച്ചുണ്ടാക്കാൻ പറ്റൂലേ? അതുണ്ടാക്കാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ട്? അത് സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകൾ വരുന്നതിന് പകരം കുറേ കൂടി കോഴിക്കോട് ജില്ലയായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമപ്രദേശം കൂടി വരുന്നതോടുകൂടി അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും അവിടെയുണ്ട്. കൃത്യമായിട്ടും 2 ബസ്സിൽ കയറി 3 ബസ്സിൽ കയറി ആൾ വരേണ്ടി വരുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ഇത് ഇപ്പം ഈ ഭരണം ഇടതുപക്ഷത്തിന്റെ കയ്യിലാണല്ലോ, സംസ്ഥാനം ഭരിക്കുന്ന ഇടതുവാ. അങ്ങനെയുള്ള സംവിധാനങ്ങൾ പൊളിച്ചെഴുത്തിന് വിധേയമാക്കാലോ, എന്തുകൊണ്ട് ചെയ്തില്ല? ആ പൊളിച്ചെഴുത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാധിക്കില്ല. അപ്പൊ ഈ ഇത്തരം ബുദ്ധിമുട്ടുകൾ തുടരും. അവ മറികടക്കാൻ പാകത്തിലുള്ള സംഗതികൾ ചെയ്തു വരിക എന്നത് ഭരണ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഉദാഹരണമായിട്ട് ഇവിടെ ഇപ്പോൾ സെക്രട്ടറി ഇല്ലാത്ത സമയത്ത് പകര സംവിധാനം വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പ്രധാനം തന്നെയാണ്, AEയും സെക്രട്ടറി പ്രധാനം തന്നെയാണ്. എന്നാൽ ഇടക്കാലത്ത് വരികയും പോവുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം മറികടക്കാൻ പറ്റാവുന്ന വിധത്തിൽ ഭരണ നേതൃത്വത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഇവിടുത്തെ വിഷയം. അവർ മാറിയിട്ടില്ല. മറികടക്കാൻ മാത്രമുള്ള പ്രാപ്തി ഭരണ നേതൃത്വത്തിന് ഉണ്ടായില്ല എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ വന്നു എന്ന് പറയാൻ കഴിയും. എന്താണ് രണ്ട് മുന്നണികളും പറയുന്നത് കേട്ടോ? നഗരസഭയുടെ അവസ്ഥയാണ് ഉദ്യോഗസ്ഥരില്ലാതിരിക്കുക, ഇനിയും ആ അവസ്ഥ തുടരും എന്ന് ഭരണകക്ഷിയിലെ നേതാവ് തന്നെ പറയുക. പാനൂരിലെ ജനങ്ങൾ എന്തു ചെയ്യും? ഇപ്പോൾ LDFിൻ്റെ പ്രതിനിധിയും മുൻ ചെയർമാൻ നാസർ മാസ്റ്ററും പറഞ്ഞതിൽ തന്നെ ഏകദേശം പാനൂരിൻ്റെ അവസ്ഥ ദയനീയമാണ് മനസ്സിലായി കഴിഞ്ഞു. രക്ഷപ്പെടില്ല പാനൂർ. LDF ഇപ്പോൾ വികസനത്തിൽ രാഷ്ട്രീയമില്ല. സംസ്ഥാനം ഭരിക്കുന്നത് LDF ആണ്, നഗരസഭ ഭരിക്കുന്നത് UDF ആണ്. ഇവർ തമ്മിലുള്ള തർക്കങ്ങളാണ് ജീവനക്കാർ വരാതിരിക്കാനും മറ്റുള്ളതും ആ തരത്തിലേക്ക് പോകാൻ കാരണമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF ഭരിക്കുന്ന നഗരസഭയായതുകൊണ്ട് തന്നെ അതിന് പാരവെക്കുന്ന സമീപനം LDF എടുക്കുന്നു. അങ്ങനെയാണ് ജീവനക്കാർ പലതും ഇവിടെ എത്താതിരുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു പരിധിവരെ പാനൂരിൻ്റെ വികസനത്തെ ബാധിച്ചിട്ടുണ്ട്. പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയാതെയും ദീർഘമായി ലേറ്റായി. അങ്ങനെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഉദ്യോഗസ്ഥരില്ലാത്തത് കൊണ്ട് നടക്കാതെ പോയ പ്രധാനപ്പെട്ട പദ്ധതികൾ പറയാൻ പറ്റുമോ? പ്രധാനപ്പെട്ട പദ്ധതികൾ എന്നല്ല, ഈ ഇപ്പം പാനൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പല വിഷയങ്ങളും ഇപ്പം നമുക്കറിയാം. നഗരസഭ കെട്ടിടം ഇതുവരെ പണിതിട്ടില്ല. താലൂക്ക് ആശുപത്രി യാഥാർത്ഥ്യമായിട്ടില്ല. ഇതെല്ലാം അതേപോലെ ഇപ്പം സിവിൽ സ്റ്റേഷൻ്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അങ്ങനെ ഒരുപാട് ഫയർ സ്റ്റേഷൻ്റെ വർക്കെല്ലാം ഇപ്പോഴാണ് ചെറിയ രീതിയിൽ നടക്കാൻ പോകുന്നത്. ഇതൊക്കെ കൃത്യമായി ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഭരണ നേതൃത്വവും അതേപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ വികസനമൊക്കെ കൊണ്ടുവരാൻ പറ്റൂ. പല സമയത്തും കൗൺസിലടക്കം ഇവർ ഏറ്റുമുട്ടുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ഭരണപക്ഷത്തിന് അല്ലെ ഭരണസമിതിക്ക് അനുകൂലമായ തീരുമാനങ്ങളാണ് ഒരുപാട് കാലമായിട്ട് നമ്മൾ എടുക്കുന്നത്. അത് ഇന്നു മുതലല്ല, KM സൂപ്പി സാഹിബ് ഉള്ള സമയം മുതൽ അന്ന് ബസ് സ്റ്റാൻഡൊക്കെ കൊണ്ടുവരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത് ഏകദേശം എല്ലാവർക്കും അറിയാം. അന്ന് അതിനെയൊക്കെ മറികടക്കാൻ നമ്മുടെ നേതാവ് പന്നന്നൂർ ചന്ദ്രൻ അതേപോലെ തന്നെ സ്വർഗീയ പുളിഞ്ഞോളി ബാലൻ അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് KM സൂപ്പി സാഹിബിന് പിന്തുണ നൽകിക്കൊണ്ടാണ് അന്നൊക്കെ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കിയത്. അതിന് അരവെച്ചവരും ഇടങ്കോൽ വെച്ചവരും ആരാണെന്ന് പാനൂരിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. പുതിയ തലമുറക്ക് ഓർമ്മയുണ്ടാവില്ല. പുതിയ തലമുറക്ക് അത് പേടിയൊന്നുമില്ല. പക്ഷെ അത് കൃത്യമായിട്ട് അറിയാം. അത് അന്ന് LDF-ന്റെ ഭാഗമായിട്ടുള്ള ശ്രീമാൻ PR കുറുപ്പ് അവിടെ ബസ് സ്റ്റാൻഡ് വരുന്നതിന് എതിർപ്പായിരുന്നു. ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ബസ് സ്റ്റാൻഡ് വരുന്നതിന് എതിരായിരുന്നു. അതിനൊക്കെ മറികടക്കാൻ BJP ആ ഭരണ നേതൃത്വത്തിന് കൃത്യമായ പിന്തുണയും സഹായവും അന്ന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് പാനൂരിലെ ജനങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ മുതലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ കൃത്യമായി അറിയാവും. പക്ഷേ ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ എന്തെല്ലാം? അത് പറയുന്ന മുമ്പേ ഒരു കാര്യം പറയാനുള്ളത്, കാരണം ഇപ്പൊ നഗരസഭയുടെ ഒരു സ്വഭാവം ആയിട്ടില്ല എന്നുള്ളതാണ്. അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാല് ഗവൺമെന്റ് ഇപ്പം തന്നെ LDF ഗവൺമെന്റിന് കേരളത്തിൽ 2030 ആകുമ്പോഴേക്കും ഒരു സർവേ എടുക്കുക. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സർവേ പ്രകാരം ഏകദേശം നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തുകളൊക്കെ നഗര സ്വഭാവമുള്ള പഞ്ചായത്തുകളായിട്ട് മാറണം എന്ന രീതിയിലാണ് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഈ സമയത്ത് തന്നെ കുറേ പഞ്ചായത്തുകൾ നഗരസഭയാക്കാനും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആക്കാൻ വേണ്ടിയുള്ള ഒരു ധാരണ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. പക്ഷെ അത് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിൽ UDF ഭരിക്കുമ്പോൾ കുറേ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടുള്ളത് ശ്രീകണ്ഠപുരം ആയിട്ടുള്ളത്, ഇരിട്ടി ആയിട്ടുള്ളത്, കൊടുവള്ളി, പയ്യോളി ആയിട്ടുള്ളത്. അത് തെറ്റാണ്. നഗരവൽക്കരണ ജീവിതമാണ് ആയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആളുകൾ. അതിനനുസരിച്ചിട്ട് അത് നഗരം മുനിസിപ്പാലിറ്റികളായിട്ട് മാറണം. പ്രദേശ മുനിസിപ്പാലിറ്റി ആയിട്ട് മാത്രമേ അവർക്ക് എന്തെയുള്ളൂ നിലനിൽക്കുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടുകളടക്കം കിട്ടണമെങ്കിൽ തന്നെ അതായത് പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ പറയും. അപ്പൊ അതുകൊണ്ടാണ് അത് UDF എടുത്ത തീരുമാനം ശരിയാണ്. പക്ഷെ അതിന് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ കുറവ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും വലിയൊരു വികസനം നമ്മുടെ അടിസ്ഥാന സൗകര്യ കാര്യത്തിൽ കുടിവെള്ളമാണ്. ഒന്ന്, കുടിവെള്ളത്തിന് നമുക്ക് 20 കോടി രൂപ നമുക്ക് അമൃത് പദ്ധതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 16 കോടി രൂപ നമ്മൾക്ക് പൈപ്പ് ലൈന് വീടുകളിൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി DPR അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 90 കോടി രൂപയുടെ നേരത്തെ ശൈല ടീച്ചർ MLA ആയിരുന്ന സമയത്ത് നമ്മുടെ മണ്ഡലത്തിൽ കനകമലയിൽ കുടിവെള്ള പദ്ധതി കൊണ്ടുവരുന്ന പദ്ധതി പഴശ്ശി വെള്ളം കൊണ്ടുവന്ന് അവിടെ പിന്നെ ടാങ്ക് നിർമ്മിച്ചുകൊണ്ട് കുടിവെള്ളം നഗരസഭ തന്നെ 16 കോടി രൂപ എന്തിന്റെ വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ DPR അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിപ്പം ടെൻഡർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കേസ് ഉണ്ടായിരുന്നു. അതിനാണ്. അതേപോലെ മൈക്രോ കുടിവെള്ള പദ്ധതി ഞങ്ങൾ 2 കോടി രൂപയുടെ 3 മൈക്രോ കുടിവെള്ള പദ്ധതി ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ട് പണി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതോടുകൂടി ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ കുടിവെള്ളത്തിന് ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കണം. അതുകൂടാതെ പിന്നെയുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട താലൂക്ക് ആസ്പത്രിയാണ്. ഇവർ പറഞ്ഞ ഈ താലൂക്ക് ആസ്പത്രിയുടെ വിഷയം എന്ന് പറയുന്നത് UDF ഗവൺമെന്റുള്ള സമയത്ത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത്, അന്ന് നിയോജകമണ്ഡലത്തിന് MLA KP മോഹനാണ്, കൃഷിമന്ത്രിയാണ്. ഞങ്ങളാണ് താലൂക്ക് ആസ്പത്രിയിൽ ഉയർത്തിയത്. അങ്ങനെ തന്നെ 1.5 ഏക്കർ ഭൂമി ഞങ്ങള് പാനൂർ ബസ് സ്റ്റാൻഡിന് നടന്നു പോകാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ അഡ്വാൻസ് 50 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് ജനകീയ സമിതി, അതിൽ സുധീർ കുമാറിന്റെ പാർട്ടി, അതേപോലെ രത്നാന്റെ പാർട്ടി, എല്ലാവരും നാട് ഒരുമിച്ച് നിന്ന് ആ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ജനകീയ കലക്ഷൻ നടത്തി 50 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് അങ്ങനെ അത് ഏകദേശം അതിന്റെ രജിസ്റ്ററിന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് MLA മാറി ശൈല ടീച്ചർ വന്നു. ശൈല ടീച്ചർ വന്നപ്പോൾ പിന്നെ എന്താണ്, ആ സ്ഥലം ഏറ്റെടുക്കാൻ LDF തയ്യാറായില്ല. വേറെ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നു. അതിന്റെ അവസാനമായിട്ടാണ് നൊച്ചിക്കാട് മുസ്തഫ എന്നവരുടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും അത് കോടതിയിലായി. അദ്ദേഹം കോടതി പോയി. അങ്ങനെ കോടതി വിധി വന്നു.
കോടതി വിധി 2 ഏക്കർ ഭൂമിയാണ് കോടതി വിധി വന്നു. എന്താണ് പക്ഷെ അയാൾ വീണ്ടും അപ്പീലിലേക്ക് പോകുന്നുള്ള കോടതി അനുകൂല വിധി ഉണ്ടായി, നാട്ടുകാർക്ക് അനുകൂലമായിട്ട്. ഈ കാലതാമസം ഇപ്പോഴും അത് ആ സംഭവം അവിടെ തന്നെ നിൽക്കുകയാണ്. 10 കൊല്ലാകാൻ പോവാണ്. തലശ്ശേരിയിലെ അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമായി. എന്താ സുധീർ, എന്താണ് സംഭവിച്ചത്? പറയട്ടെ, 10 കൊല്ലാകാനും ഈ 10 കൊല്ലത്തിനിടയ്ക്ക് യാഥാർത്ഥ്യമാക്കി ഒരു കാരണം ഇല്ലാതാണ് 1.5 ഏക്കർ ഭൂമി അവിടുന്ന് നമുക്ക് ആശുപത്രി പറ്റൂല എന്ന് മാറ്റിയിട്ട് മുന്നോട്ട് പോയി. ഒരു കാരണമില്ല, അങ്ങനെ ഒരു കാരണമില്ല, നമുക്ക് ഇതുവരെ ബോധ്യപ്പെട്ടില്ല. എന്തെങ്കിലും കാരണമുണ്ടോ സുധീർ? എന്താ ഈ നടക്കുന്നത്? ഒന്ന് പറഞ്ഞോട്ടെ, തിരിച്ചു വരാം. സുധീറിന് സമയം കൊടുക്കണല്ലോ. സുധീർ എന്തായി വികസനത്തിന്റെ മുനിസിപ്പാലിറ്റിന്റെ പറയാം, തിരിച്ചു വരാം. അതിനിടയ്ക്ക് സുധീറിനോട് ചോദിക്കണ്ടേ? ഇത് ആള് ചോദിക്കൂലേ, ഒന്ന് ചോദിക്കപ്പോ അവരോട്. നേരത്തെ പറഞ്ഞ കാര്യത്തില് ഇപ്പൊ പാനൂർ നഗരസഭ ഓഫീസില് എല്ലാ പോസ്റ്ററും ആളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും. ഇപ്പം പല ഘട്ടങ്ങളിലായിട്ട് ആള് വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല വിഷയം, ഇപ്പൊ ഇവിടെ താലൂക്ക് ആശുപത്രിയായി ബന്ധപ്പെട്ട കാര്യത്തിൽ നാസർ സൂചിപ്പിച്ച വിഷയമുണ്ട്. എന്തിനാ സ്ഥലം വേണ്ടെന്ന് വെച്ചാൽ ആദ്യത്തെ സ്ഥലം അതൊരു ചതുപ്പ് നിലമാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തലശ്ശേരിയിൽ അമ്മയും കുഞ്ഞും ആശുപത്രി അത് മാത്രമല്ല പ്രായോഗികമായിട്ട് ധാരാളം വിഷയങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് ചെറുപ്പലത്തിലാണ്. അവിടെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അത് മാത്രമല്ല ആ സ്ഥല പരിശോധനയിൽ വേണ്ടത്ര സൗകര്യമില്ല എന്നത് മനസ്സിലാക്കിയതുകൊണ്ടാണ് പുതിയ സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള നീക്കം നല്ല നിലയിൽ LDF 94 കോടി രൂപ കിഫ്ബി ഫണ്ട് അനുവദിക്കപ്പെട്ടതാണ്. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പൈസ 74 ലക്ഷം രൂപ ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യും. 26 ലക്ഷം രൂപ അന്നത്തെ. എന്ത് നീതിയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? ജനങ്ങളിൽ നിന്ന് 1 കോടി രൂപ പിരിച്ചെടുത്തിട്ട് ഇതുവരെ സ്ഥലം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് എന്ത് മറുപടി പറയാൻ പറ്റും ജനങ്ങളോട്? ഈ സ്ഥലം എങ്ങനെ വിശ്വസിക്കും നിങ്ങളെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തിൽ? സർക്കാരിന് അനുകൂലമായ വിധിയാണ് വന്നത്. ഇപ്പം ആദ്യം കോടതിയിലേക്ക് പോയതുകൊണ്ടാണ് ഇപ്പൊ അനുകൂലമായ വിധി വന്നു. നേരത്തെ മുനിസിപ്പാലിറ്റി കൂടി കക്ഷി ചേർന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് നാസർ മാഷക്ക് അറിയാം. ഞങ്ങളതിൽ ഇടപെട്ട ആളാണ്, ഈ വിഷയങ്ങളിൽ ഇടപെട്ടാണ്. മുനിസിപ്പാലിറ്റി എപ്പോഴാണ് കക്ഷി ചേർന്നത് എന്ന കാര്യം മാഷക്ക് അറിയാം. എന്തുകൊണ്ടാണ് കക്ഷി ചേർന്നത്? അത് അതിന്റെ മുൻകൈയിലൊരു വിഷയം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തില് ഈ സ്ഥലം കണ്ടുപിടിച്ച് സൗകര്യപ്രദമായ സ്ഥലമാണ്. അദ്ദേഹം അക്വിസിഷൻ നടപടികൾക്കെതിരായിരുന്നു. ആ അക്വിസിഷൻ നടപടിയിലേക്ക് പോകേണ്ടി വന്നത് അയാൾക്കുള്ള ഈ പ്രൈവറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടാണ്. കോടതിയിലേക്ക് പോയതുകൊണ്ടാണ്. കോടതി കുറച്ച് കാലതാമസം വന്നത് കോടതിയുമായി ബന്ധപ്പെട്ട്. ഇനി അപ്പീലിന് പോകുമെന്ന് പറയുമ്പോൾ ഇനി നീണ്ടു പോവാ. അവിടെ ഒരു ആശുപത്രി അമ്മയും കുഞ്ഞും ആശുപത്രി തന്നെയല്ലേ അവരെ താലൂക്ക് ആശുപത്രി. സർക്കാർ അനുകൂലമായ കൂത്തുപറമ്പില് അതിമനോഹരമായ ആശുപത്രി കെട്ടിടം, തലശ്ശേരിയിൽ അതിനേക്കാൾ വലുത്, കൊയിലാണ്ടിയിലൊക്കെ റോഡരികിൽ കാണേണ്ട കെട്ടിടങ്ങളാണ് എല്ലായിടത്തും വന്നു കഴിഞ്ഞു. പാനൂരിന് മാത്രം MLAക്ക് കൂത്തുപറമ്പിനോട് മാത്രമേ താല്പര്യമില്ല. ഇപ്പൊ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അതാണ്. കൂത്തുപറമ്പിന് 100 കോടി 50 കോടി എന്ന രീതിയിൽ ഒരുപാട് പദ്ധതിയാണ്. പാനൂരെ കുറിച്ച് ഈ മേഖലയെ കുറിച്ച് MLAയുടെ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ പദ്ധതി വിഹിതത്തിലോ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഈ കൂത്തൂർ മണ്ഡലത്തിൽ പെട്ടതല്ല ഈ പാനൂർ മുനിസിപ്പാലിറ്റി. അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി കാര്യത്തിലില്ല. ഏത് മുന്നണിയിൽ നിന്നാലും ജയിക്കുന്ന ഒരാളായി മോഹനൻ അത്ര ജനപ്രിയനാണ് മോഹനൻ. കാരണം ഇടത് നിന്നാലും വലത് നിന്നാലും ജയിക്കും. ഒന്നുമില്ലെങ്കിൽ മന്ത്രിയാവും, MLA ആവും. ഇനി അപ്പൊ അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയാണ് നിങ്ങളുടെ മണ്ഡലത്തിൽ. അത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മണ്ഡലത്തിൽ മാത്രം പ്രത്യേകതയാണ്. കേരളത്തിലെ അങ്ങനെ ഒരു മണ്ഡലം വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് മുന്നണിയിൽ നിന്നാലും ജയിക്കുന്ന ഒരു MLA KP മോഹൻ. അത്ര ജനപ്രിയനാണോ അദ്ദേഹം? അത് തന്നെയാണ് പാനൂരിന്റെ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയായാലും ജയിക്കും, വികസനം നടത്തിയിട്ടില്ലെങ്കിലും ജയിക്കും എന്ന ഒരു ധാരണ MLAക്കുണ്ട്. അതല്ല, ഇപ്പം താലൂക്ക് ആശുപത്രിന്റെ വിഷയം തന്നെ നമുക്കറിയാം. 2014 ജനങ്ങളെ കയ്യിൽ നിന്ന് 1 കോടി പരം രൂപ പിരിച്ചെടുത്തിട്ടാണ് ഇന്നും യാഥാർത്ഥ്യമാകാത്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പൈസ കൊടുത്തത് ബാങ്കിൽ ഇടാനല്ല. അതും ബാങ്ക് ഏതാണെന്ന് പരിശോധിച്ച് അദ്ദേഹത്തിന്റെ ബന്ധത്തിൽപ്പെട്ട സർവീസ് സഹകരണ ബാങ്കിലാണ് പൈസ ഉള്ളത്. രണ്ട് ബാങ്കിലായിട്ടുള്ളത്. ഒന്ന് കനറ ബാങ്കിലും കുറച്ച് പകുതി പൈസ അങ്ങനെയാണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കോപ്പി എനിക്ക് തരട്ടെ, നിങ്ങൾക്ക് തരട്ടെ. ആ നാൾ വഴികൾ ആ പൈസ പിരിച്ചതിന് ശേഷം എപ്പോഴാണ് ബാങ്കിലിട്ടത്,
എപ്പോഴാണ് അതിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ടോ, ഇതൊക്കെ അതിലൊക്കെ അഴിമതി ഞങ്ങൾ ആരോപിക്കുന്നുണ്ട്. അതിലെ വിജിലൻസിന് പരാതി ഇതിലൊന്നും ഒരു പരാതി കൊടുത്ത ആളാണ് ഞാൻ. പരാതി കൊടുത്ത ആളാണ്. പരിശോധിച്ച് അതിലൊരു ഒരു പരാതി. അതാണ് രണ്ടുപേരും ഒന്നിക്കുകയാണ്. രണ്ടുപേരും ഒന്നിക്കുകയാണ്. ഈ കാര്യത്തിൽ നമ്മൾ പറയുന്നത് ഒന്നുമില്ല, ഇതിൽ പരാതിയില്ല, ഒന്നും ഇതായിട്ട് പറയണ്ട. നമുക്ക് അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നവാസ് മെത്തറിനോ എനിക്കോ തരട്ടെ. കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ എനിക്കോ തരട്ടെ. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരു നമ്മുടെ ചാനലിൽ തരട്ടെ. സമ്മേളനം വിളിച്ചിട്ട് പത്രസമ്മേളനമല്ല. അതിന്റെ ആ പൈസ ജനങ്ങളിൽ നിന്ന് ശേഖരിച്ചതിന് ശേഷം എപ്പോൾ ബാങ്കിൽ നിക്ഷേപിച്ചു, അത് ഏതെല്ലാം സമയത്ത് നിക്ഷേപിച്ചു, എപ്പോഴാണ് നോട്ട് നിരോധനം വന്നപ്പോഴാണ് 50 ലക്ഷം രൂപ ബാങ്കിലേക്ക് വന്നത്. നോട്ട് നിരോധനം വന്നപ്പോഴാണ് 50 ലക്ഷം രൂപ ബാങ്കിലേക്ക് വന്നത്. അങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരട്ടെ. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരട്ടെ. ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ഞാൻ കാര്യം, എന്റെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കും. മെമ്പർ സ്ഥാനം ഇതിപ്പോ രാജിവെക്കും. ഒരു വളരെ പ്രധാനപ്പെട്ട മെമ്പർ സ്ഥാനം കാര്യം രാജിവെക്കും. സർക്കാർ പറഞ്ഞില്ലേ? കൗൺസിലർ നിങ്ങൾ സ്ഥാനം രാജിവെക്കും. സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കാൻ തയ്യാറുണ്ടോ? എല്ലാ ഇല്ല. സ്റ്റേറ്റ്മെന്റും അവതരിപ്പിക്കുക യാതൊരു മറയില്ല. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എനിക്ക് തരികയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടില്ല. ഒരു കാര്യം, അതായത് ഇത് രത്നാകരന്റെ അഭിപ്രായമാണോ അല്ലെങ്കിൽ BJPയുടെ അഭിപ്രായമാണോ എന്ന് രത്നാകരൻ വ്യക്തമാക്കണം. രത്നാകരൻ ഇവിടെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൗൺസിൽ സ്ഥാനം രാജിവെക്കുന്നില്ല, മെമ്പർ സ്ഥാനം രാജിവെക്കുന്നു. ഈ വിഷയങ്ങളിലെല്ലാം BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, എല്ലാ പാർട്ടികളും എല്ലാ പാർട്ടികളും ഞാൻ പിരിച്ചു കൊടുത്തു. എന്റെ വാർഡിൽ നിന്ന് 1 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. എന്റെ അന്നത്തെ മെമ്പർ CPM-ന്റെ മെമ്പറായിരുന്നു, പഞ്ചായത്ത് മെമ്പർ. അവരോട് സഹകരിച്ചിട്ട് ഞാൻ 2000 രൂപ എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനത് വ്യക്തമാക്കാം. നേരത്തെ ഇതൊരു പുകമറ സൃഷ്ടിക്കണം. നമ്മളിപ്പോ ഇത്ര പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട്. നേരത്തെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. 74 ലക്ഷം രൂപ കളക്ട് ചെയ്യുകയും 26 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട MLA കൂടി ചേർത്തിട്ടാണ് 1 കോടി രൂപ കൈമാറ്റം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച കാര്യം. ഇത് അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടി പോലും അവിടെ ഇല്ല. പിന്നെ ഈ പുകമറ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തി 26 ലക്ഷം ആരിൽ നിന്ന്? KP മോഹൻ MLA ആരോട് വായ്പ വാങ്ങി? അദ്ദേഹം തന്നെ തന്ന തുകയാണ്. 26 ലക്ഷം രൂപ MLA തരാനോ? 74 ലക്ഷം രൂപ 26 ലക്ഷം രൂപ 26 ലക്ഷം എവിടെയുള്ളത്? 1 കോടി രൂപ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഈ സംഗതി, ഈ വിഷയങ്ങൾ മുഴുവൻ ഈ സമിതി ചർച്ച ചെയ്തിട്ടുണ്ട്. നേരത്തെ വസന്തകുമാരി ടീച്ചറാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിന്റെ ഭാരവാഹിയുണ്ടായിരുന്നത്. പിന്നീട് റംല ടീച്ചർ നഗരസഭ വന്നതിന് ശേഷം ടീച്ചറും ഇതിന്റെ ഭാഗമായിട്ടുള്ള കമ്മിറ്റിയുണ്ട്. പിന്നീട് നാസർ മാഷി കമ്മിറ്റിയുടെ ഭാഗമുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി നാസർ മാഷ് ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ട്. ഈ കമ്മിറ്റിയുടെ മുമ്പിൽ ഈ വിഷയങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തു. ഓരോ പഞ്ചായത്തിൽ നിന്ന് വന്നിരിക്കുന്ന പണം മുഴുവൻ ഓഡിറ്റ് ചെയ്തു. എന്നിട്ട് അത് പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇപ്പോൾ സലാംക്കിയാണ്, PPA സലാം, മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ്. അത് നേരത്തെ ഇതിന്റെ ഭാരവാഹിയാണ്, ഇപ്പൊ മണ്ഡലം പ്രസിഡന്റ്. അതിന്റെ കൺവീനറായിട്ട് വരുന്നത് PK പ്രവീണാണ്. ഇതിലെല്ലാ രാഷ്ട്രീയ സഹോദരൻ. അപ്പൊ ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്, BJPയുടെ പ്രതിനിധികളുണ്ട്. ആ യോഗത്തിൽ കൃത്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകളാണ് BJP പ്രതിനിധികൾ. ഒരു ചോദ്യം സുധീർ, ഈ 74 ലക്ഷം ഉറുപ്പിക ഏത് ബാങ്കിലുള്ളത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദേശസാൽകൃത ബാങ്കിലാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്തത്. ഫെഡറൽ ബാങ്കിലാണ്. തുടക്കം മുതലേ അങ്ങനെയാണ്. ഒരു മിനിറ്റ്, അത് മനസ്സിലാക്കിയത് യാഥാർത്ഥ്യമാണോ? എല്ലാം മനസ്സിലാക്കിയത് ഫെഡറൽ ബാങ്കില്. ബാക്കി 26 ലക്ഷം MLA തന്ന 26 ലക്ഷം എവിടെ? MLA തന്നിരിക്കുന്ന തുകയും ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയാണ് കൊടുത്തില്ല. MLAക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഇവിടെ അറിയാം 1 കോടി ഫെഡറൽ ബാങ്കിലുണ്ട്. അതിന്റെ എല്ലാ സ്റ്റേറ്റ്. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. വിജിലൻസിലേക്ക് പോയി. വിജിലൻസ്, സംസ്ഥാന വിജിലൻസ് അന്വേഷണത്തിൽ വന്നു. വലിയ നിലയിൽ ആക്ഷേപം ഉയർത്തപ്പെട്ടു. വിജിലൻസിന് മുമ്പിൽ രേഖകൾ മുഴുവൻ ഹാജരാക്കി. വിജിലൻസ് പറഞ്ഞത് ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരും ചേർന്ന് ഉള്ള ഒരു കമ്മിറ്റിയാണ്. അതുകൊണ്ട് ഇതിൽ അഴിമതി നടക്കാൻ സാധ്യതയില്ല എന്നാണ് ഇവരുടെ വാദം. അതൊന്നും വിഷയമാണ്. 1 കോടി രൂപ 2 ബാങ്കിലായി ഇപ്പോൾ ഉണ്ട്. 2 ബാങ്കില്ല, ഇവര് ഫെഡറൽ ബാങ്കിലുണ്ടെന്നാ പറയുന്നത്. എന്നാൽ പിന്നീട് ആദ്യം സർവീസ് സാറിന് ബാങ്കിലായിരുന്നു. ഫസ്റ്റ് മുതലേ ഉള്ള നാൾ വഴികൾ വരണം. ആ സമയത്ത് ഈ ബാങ്കിലുണ്ടായിരുന്നു. 1 കോടി രൂപ ഫെഡറൽ ബാങ്കിലുണ്ട്. ബാങ്കിലുണ്ടോ ഫെഡറൽ ബാങ്കിലുണ്ടോ? നിങ്ങളുടെ പ്രതിനിധി ആരാണ്? ചെയർമാൻ സലാമല്ലേ? ഈ പൈസ അല്ല. എന്റെ ഒരു ചോദ്യം, അദ്ദേഹം ഫെഡറൽ ബാങ്കിൽ നിന്ന് പറയുന്നു, താങ്കൾ പറയുന്നു ബാങ്കിലുണ്ട്. ഏത് ബാങ്കിൽ? താങ്കൾ അവിടെ ചെയർമാൻ ആയിരുന്നാണ്, അവിടുത്തെ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവാണ് താങ്കൾ. താങ്കളെ പോലുള്ള ഒരാൾ പറയുന്നു, അദ്ദേഹം പറയുന്നു ഫെഡറൽ ബാങ്കിലുണ്ട്, താങ്കൾ പറയുന്നു ബാങ്കിലുണ്ട്.
ബാങ്കിലുണ്ടെന്നല്ല അല്ല, ഉറപ്പാണോ ഫെഡറൽ ബാങ്ക്? ഉറപ്പാണ്. കനറ ബാങ്കിലാണെന്ന് ഒരു പൈസ ആളുകളെ കയ്യിൽ സൂക്ഷിച്ചിട്ടില്ല. അല്ല, ഇതില് ഭയങ്കര രസം എന്ന് വെച്ചാൽ സഹകരണ ബാങ്ക് പറയുന്നു, കാനറ ബാങ്ക് പറയുന്നു, ഫെഡറൽ ബാങ്ക് പറയുന്നു. സഹകരണ ബാങ്കൊന്നും ഇല്ല. സഹകരണ ബാങ്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, സഹകരണ ബാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സഹകരണ ബാങ്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ സഹകരണ സ്ഥാപനങ്ങൾ അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസമില്ല. അതിനുശേഷം ദേശസാൽകൃത ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ അന്ന് മുതലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കോ എനിക്കോ തരട്ടെ. ചെറിയൊരു ബ്രേക്ക് വേണം പ്രേക്ഷകരെ. ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ബാങ്ക് ഫെഡറൽ ബാങ്കിൽ ഉണ്ട് എന്ന് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നു. അത് നമുക്ക് വിശ്വസിക്കാം, കാരണം നമ്മുടെ നേതാക്കളാണല്ലോ പറയുന്നത്. 1 കോടി രൂപ ഏതാണ്ട് 15 വർഷമായി. എത്ര വർഷം? 2014 അപ്പോൾ 10 വർഷം. ഇതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, നോട്ട് നിരോധനത്തിന് ശേഷമാണ് 50 ലക്ഷം രൂപ വന്നത്. ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ അല്ല എങ്കിൽ ഞാൻ മത്സരിക്കുകയില്ല, രാജിവെക്കുകയും ചെയ്യാം. അത്രയും ഉറപ്പായിട്ടും ഗൗരവമായ ഒരു ആരോപണമാണ് BJP. ഇവർ തരട്ടെ, സ്റ്റേറ്റ്മെന്റ് തരട്ടെ. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത തുക 1 രൂപ പോലും നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ സാമ്പത്തിക അച്ചടക്കം ചെറിയ ആരോപണമല്ല വന്നിരിക്കുന്നത്. ഇതിനകത്ത് ചെറിയ ആരോപണമല്ല. 50 ലക്ഷം നോട്ട് നിരോധനത്തെ തുടർന്ന് 50 ലക്ഷം രൂപ പാനൂരിൽ താലൂക്ക് ആശുപത്രി സ്ഥാപിക്കുന്നതിന് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് BJPയുടെ രത്നാകരൻ. ഈ KP മോഹൻ MLA കൂത്തുപറമ്പിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, പാനൂരിനെ സ്നേഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണത് സുധീർ? എന്ത് പറ്റുന്നു? മോഹനൻ MLA എപ്പോൾ നിന്നാലും പറഞ്ഞാല് യാതൊരു അടിസ്ഥാനമില്ല. അതായത് പാനൂർ മിനി സിവിൽ സ്റ്റേഷൻ പാനൂരാണ്. സബ് ട്രഷറി, അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫീസ്, അതിന്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പാനൂരാണ്. പാനൂർ IB ഇപ്പം പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ്. അവിടെ 2 ബാത്റൂമിന്റെ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ഫയർ സ്റ്റേഷൻ പാനൂരാണ്. ഈ 3 സംഭവങ്ങളും പാനൂർ തന്നെയാണ്. പിന്നെ എന്തിനാണ്? ഇനി വേറൊരു കാര്യം കൂടി പറയാം. പാനൂർ നിലവിലുള്ള ആശുപത്രി, ഇപ്പൊ നിലവിലുള്ള പാനൂർ ആശുപത്രിക്ക് 48 ലക്ഷം രൂപ അനുവദിച്ചത് MLA ഫണ്ടാണ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, മുനിസിപ്പാലിറ്റിക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല. മുനിസിപ്പാലിറ്റി കീഴിലാണല്ലോ പാനൂർ ആശുപത്രി വരിക ഭരണപരമായിട്ട്. ഇത്രയും കാര്യങ്ങൾ പാനൂർ നിർവഹിക്കപ്പെട്ടതിന് പുറമെ പാനൂരിൽ ഇപ്പോൾ തദ്ദേശീയ റോഡുകൾക്ക് അനുവദിച്ച തുക 6,13,00,000 രൂപയാണ്. ഞാനതിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ റോഡ് വരുന്നത് പാനൂർ നഗരസഭക്കാണ്. പാനൂർ നഗരസഭ ഒരു റോഡിന് 30 ലക്ഷം, 40 ലക്ഷം തുടങ്ങി. കനകമല റോഡിന് മാത്രം 33 ലക്ഷം രൂപയാണ് അനുഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും നോക്കാതെ, വികസനത്തിൽ രാഷ്ട്രീയം നോക്കാതെ എല്ലാ നിലയിലും സഹായിച്ചിട്ടുണ്ട്. ഈ പാനൂർ മേഖല ഇപ്പോൾ സെൻട്രൽ പൊയിലൂരേക്ക് പോകുന്ന റോഡ്, ആ റോഡിന് 13.5 കോടി രൂപയാണ് ചോദിച്ചത്. വർക്ക് തുടങ്ങാൻ വേണ്ടി പോകാൻ ഏറ്റവും പ്രയാസകരമായ റോഡാണ്. കുന്നോത്തുപറമ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് കെട്ടിടത്തിന് 1 കോടി രൂപയാണ് അനുവദിച്ചത്. പാനൂർ നഗരസഭ ആസ്ഥാന മന്ദിരം പണിയാൻ വേണ്ടി 1 കോടി രൂപയാണ് അനുവദിച്ചത്. എടുക്കാൻ പറ്റാത്തത് MLA പറയാൻ പറ്റില്ലല്ലോ. 10 വർഷമായല്ലോ നഗരസഭ ഭരിക്കുന്നത്. 2015-20, 2020-25 നഗരസഭാ കെട്ടിടം പണിയാത്ത ഉത്തരവാദിത്തം ചാർത്തി കൊടുക്കാൻ പറ്റില്ല. 1 കോടി രൂപ ഇതിന് മുമ്പും കൊടുത്തിട്ടുണ്ട്. ലാപ്സായി പോയി. ഇപ്പോൾ 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനേക്കാൾ മെച്ചപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ പാനൂർ മേഖലയിൽ പാറാട് മിനി സ്റ്റേഡിയം, ചെറുവാഞ്ചേരി മിനി 5 കോടി രൂപയാണ് ചെറുവാഞ്ചേരി മിനി സ്റ്റേഡിയത്തിന് കൊടുക്കുന്നത്. പാറാട് മിനി സ്റ്റേഡിയം ഇപ്പൊ പൂർത്തീകരിച്ച്, ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരിച്ച് വരികയാണ്. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. നാസർ മാഷ്ക്ക് അറിയാലോ എത്രയാണ് കോടി രൂപ ഇപ്പൊ കൊടുക്കുന്നത്. എത്ര പൈസ വലിയ തേരോട്ടം തന്നെയാണ് പറയുന്നത്. ബഡ്ജറ്റ് നമ്മളത് വായിക്കുമ്പോൾ കാണുന്നത് കൂത്തുപറമ്പ് ആസ്പത്രി താലൂക്ക് 100 കോടി, അതേപോലെ കൂത്തുപറമ്പിന്റെ മറ്റു വികസനങ്ങൾക്ക് ഇങ്ങനെ 50 കോടി 25 കോടി എന്ന് പറയുമ്പോ പാനൂരിൽ പറയട്ടെ എന്താന്നുള്ളത്. പാനൂർ താലൂക്ക് ആസ്പത്രി 2023 കോടതിയിലെ ആർഗ്യുമെന്റ് പൂർത്തിയായിട്ട് വിധി പറഞ്ഞിട്ടില്ല. വിധി പറയുന്നത് ഇപ്പോഴാണ്. എന്തുകൊണ്ടാണ് അവർ കോടതിയിൽ ഒരു ആർഗ്യുമെന്റ് കഴിഞ്ഞിട്ട് ഒരു വിധി പറയുന്നത് ഇത്ര കാലതാമസം? കോടതിയുടെ കാര്യമല്ല, ഗവൺമെന്റ് അതിൽ ഇടപെടേ. ഗവൺമെന്റ് അഡ്വക്കേറ്റ് ജനറൽ അതിൽ ഇടപെട്ട് ഈ വിധി പറയുന്നത് എന്തുകൊണ്ടാണ് ഫ്രീസ് ചെയ്ത് വെച്ച്? അതൊരു വലിയൊരു പോരായ്മയല്ലേ? അത് MLAയുടെ പോരായ്മയുണ്ട്, സർക്കാരിന്റെ പോരായ്മയുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അത് തുടങ്ങിയത് മുതൽ ഈ സ്ഥലം ഏറ്റെടുത്ത് UDF സ്ഥലം ഏറ്റെടുത്ത് മുതൽ അതിന്റെ അഡ്വാൻസ് കൊടുത്ത ശേഷം വന്നപ്പോ ശൈല ടീച്ചർ വന്നപ്പോൾ ഉണ്ടാകുന്ന കാലതാമസം ഇതുവരെ UDF ഇതുപോലെ തന്നെയായിരുന്നു. അന്നേരം എവിടെ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തത്?
അന്നേരം അങ്ങനെയൊന്നുമല്ല. എല്ലാ മണ്ഡലത്തിനും പഞ്ചായത്തിനും പ്രാതിനിധ്യം അനുസരിച്ച് കൊടുത്തു. UDF നിൽക്കുമ്പോൾ കറക്റ്റ് ആയിരുന്നു. അതിലെന്താ പ്രശ്നം വെച്ചാൽ MLA ക്ക് സ്വതന്ത്രമായിട്ട് പിന്നെ ഫണ്ടുകൾ വിനിയോഗിക്കാനുള്ള ഒരു അധികാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പൊ അതല്ല, ഇപ്പം LDF ആണ് അദ്ദേഹത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. LDF-ന്റെ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർ പറയും പിന്നെ പാനൂർ മുനിസിപ്പാലിറ്റി UDF അല്ലേ ഭരിക്കുന്നത്, ഇവിടെ വേണ്ട, കൂത്തോർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് CPM ആണ്. അപ്പൊ അവിടെ കൊടുക്കുക. അപ്പൊ അതാണ് അതിന്റെ കാര്യം. അപ്പൊ നമ്മൾ എന്തില്ല, ഇതില് അവഗണന ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ നഗരസഭയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഓഫീസ് പറഞ്ഞു, ഓഫീസിന്റെ ഞങ്ങൾ DPR അതിന്റെ പ്ലാൻ അംഗീകരിച്ചു, DPR അംഗീകരിച്ചു. ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ 1 കോടി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MLA ഇപ്പൊ 1 കോടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ബാക്കി നമുക്ക് ലോണിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ആ ലോൺ കിട്ടുന്ന മുറക്ക് നമുക്ക് TS കൂടി കിട്ടിയ ടെൻഡർ നടപടിയിലേക്ക് പോകും. ഈ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യാം, ടെൻഡർ ലാബ്സാദിന്റെ ലാബ്സായി എന്ന് പറയാൻ കഴിയില്ല. അതിന്റെ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകുകയല്ലേ. ഒരു ഓഫീസ് അതിന് സ്ഥലം വേണം, പറ്റാവുന്ന സ്ഥലം കിട്ടണം. ഏതെങ്കിലും ഓഫീസ് നിർമ്മിക്കാൻ പറ്റില്ല, പറ്റാവുന്ന സ്ഥലം കിട്ടണം. ഇപ്പോൾ തന്നെ നഗരസഭയുടെ കുറച്ച് വൈകി പോയത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലാണ് ഓഫീസ് ഉദ്ദേശിച്ചത്. ഓഫീസ് ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള ഒരു മനോഹരമായ 25 കോടി രൂപ പദ്ധതിയാണ്. പക്ഷെ അത് കിഫ്ബിയുടെ ഫണ്ട് കിട്ടൂല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് ഒഴിവാക്കി. ഇപ്പൊ ഓഫീസ് സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് നഗരസഭയുടെ കൈവശമുള്ള സ്ഥലത്ത് ഫണ്ട് കിട്ടാത്തത്. അത് ഈ കിഫ്ബിയുടെ ഇപ്പോഴുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നല്ലോ, അതുകൊണ്ടാണ് അതിന്റെ ഉണ്ടായ ബുദ്ധിമുട്ട്. പറഞ്ഞോട്ടെ, ഞാൻ വികസനം കൂടുതൽ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ പോയി കളയാം. അപ്പൊ എന്താണ്, ഞങ്ങൾ ഓഫീസിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ വലിയൊരു മുന്നേറ്റം നഗരസഭക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞ മേക്കുന്ന ആസ്പത്രി കഴിഞ്ഞ ശൈല ടീച്ചർ സമയത്ത് നമുക്ക് 1 കോടി കിട്ടിയിട്ടുണ്ട്. നഗരസഭ 25 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അതിൽ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല മനോഹരമായ ഒരു ബിൽഡിംഗ് ആക്കിയിട്ടുണ്ട്. ആ സേവനം ജനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ 2 വെൽനസ് സെന്റർ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് പെരിങ്ങത്തൂരിലും കടഞ്ഞിയിലും ആ വെൽനസ് സെന്റർ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ അർബൻ BHC-യുടെ കീഴിലുള്ള, അതേപോലെ 3ാമത്തത് പെരിങ്ങളത്ത് അണിയാരത്ത് വരാൻ പോവുകയാണ്. അതുപോലെ പുല്ലൂക്കര ഹെൽത്ത് സെന്റർ, അതിനും ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഫണ്ട് കിട്ടി. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ വലിയൊരു പ്രവർത്തനം നമുക്ക് മുന്നേറ്റം നടത്താൻ ഞങ്ങളുടെ നഗരസഭ കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ, റോഡ്, വലിയ പാലങ്ങൾ, കാര്യങ്ങൾ ഏകദേശം 27 കോടി രൂപ ഈ 2024-25 വർഷത്തെ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ 27 കോടി രൂപയുടെ വികസനങ്ങൾ, അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു ചോദ്യം, ഈ KP മോഹനൻ പാനൂരിനോട് അവഗണന കാണിക്കുന്നു എന്നുള്ളത് പറഞ്ഞു. നാസർ മാഷ് പറയുന്നു UDF-ലുള്ള സമയത്ത് മോഹൻ അടിപൊളിയായിരുന്നു, LDF-ൽ പോയപ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്രമായി തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അദ്ദേഹം ഒരു നിയന്ത്രണ വലയത്തിനുള്ളിലാണ് എന്ന് പറയുന്നു. ഇത് 2 പക്ഷത്തിനും നടുക്ക് നിൽക്കുന്ന നിങ്ങൾ എന്തു പറയുന്നു? അവഗണന കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റോഡിൻ്റെ അത്തരം ഫണ്ടുകളൊക്കെ MLA എല്ലാവരുടെയും പ്രഖ്യാപിക്കുന്നുണ്ട്. ചിലത് പൊയിലൂർ മേഖലയിലൊക്കെ പ്രഖ്യാപനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അത് നടന്നിട്ടില്ല. ചിലത് അത് എല്ലാ വാർഡിലും, എൻ്റെ വാർഡിലടക്കം കിട്ടിയിട്ടുണ്ട്. എൻ്റെ വാർഡിൽ അടിപൊളിയാണോ MLA എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, പാനൂരിന് എടുത്തു പറയത്തക്ക ഒരു കാഴ്ചയുള്ള ഒരു സാധനവും പാനൂരിൽ കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. കൂത്തുപറമ്പിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൂത്തുപറമ്പിലുണ്ടല്ലോ, താലൂക്ക് ആശുപത്രി ഉണ്ട്. അല്ല, കൂത്തുപറമ്പ് മൊത്തത്തിൽ നമ്മൾ തൊട്ട പ്രദേശം എല്ലാം വികസനത്തിലേക്ക് കുതിക്കുകയാണ്. അപ്പൊ പാനൂര് മാത്രമാണ്, പാനൂരിൽ എടുത്തു പാനൂര് PR കുറുപ്പിന്റെ മോഹന്റെ തട്ടകല്ലേ, അങ്ങനെ അവഗണിക്കുമോ? അവഗണിക്കുന്നത് വെച്ചാൽ ഇപ്പൊ UDF ആണ് ഭരിക്കുന്നത്, അദ്ദേഹം LDF-ലാണ്. അപ്പൊ ആ സമയത്ത് വേണ്ടത്ര രീതിയിൽ ഇപ്പം താലൂക്ക് ആശുപത്രിന്റെ വിഷയം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചേർന്ന് ഈ കമ്മിറ്റി ഈ സ്ഥലം കണ്ടെത്തുന്നു. സുധീർ പറഞ്ഞു ആ സ്ഥലത്തിന് ചതുപ്പാണ്, പ്രശ്നമുണ്ട്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ആശുപത്രി. അതല്ല, ഒരു മിനിറ്റ് പറയാം. ആ സ്ഥലം ഉണ്ടായിരിക്കും, അത് ഒഴിവാക്കുക. 1.5 ഏക്കറോളം മാവിലാട്ട്. അതല്ല, ആ വിഷയം പറയാം. അപ്പൊ അതേ സമയത്താണ് നൊച്ചിക്കാട്ട് മുസ്തഫ സാറിന്റെ ഈ വലിയൊരു സ്ഥലം, അദ്ദേഹം അവിടെ വലിയ മാള് കെട്ടാൻ, അതേപോലെ കുറെ ആൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ ഒക്കെ ആയിട്ടാണ് അദ്ദേഹം ആ ഗ്രൗണ്ട്, നൊച്ചിക്കാട് ഗ്രൗണ്ട്, ആ സ്ഥലത്ത് അദ്ദേഹം നഗരസഭയുടെയും സംസ്ഥാന സർക്കാരിന്റെ വില്ലേജ് ഓഫീസിന്റെയും കീഴിലാണ് ആ പ്രവർത്തനത്തിനെല്ലാം ചുക്കാ പിടിക്കുന്നത്. സ്ഥലം നിരപ്പാക്കാനും മറ്റു പ്രവർത്തനം എല്ലാം ഷോപ്പിംഗ് മാൾ വരണോ, ആശുപത്രി വരണോ പറയുന്നത്. അത്തരത്തിൽ അദ്ദേഹം ഒരു പ്രവർത്തനം അവിടെ നടത്തുമ്പോഴാണ് LDF-ന്റെ അന്നത്തെ മന്ത്രിയായിരുന്ന ശൈല ടീച്ചർ ആ സ്ഥലം എക്വിസിഷൻ നടപടിയിലേക്ക് പോകുന്നത്.
അതേ സമയത്ത് 1.5 ഏക്കർ സ്ഥലം നമ്മൾ കണ്ടുവച്ച സ്ഥലമുണ്ട്, അത് ഒഴിവാക്കിക്കൊണ്ട് എന്നങ്ങനെ ഒഴിവാക്കുന്നത് ഒഴിവാക്കുന്നതിന് അത് ഇവിടെ തർക്കത്തിലേക്ക് പോകും. ഞാൻ പിന്നെ പറയണ്ടേ തർക്കത്തിലേക്ക് ആ സ്ഥലം ഒഴിവാക്കാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഭാഗത്ത് RSSന്റെ വലിയൊരു കാര്യാലയം, മറുഭാഗത്ത് നേരെ ബേക്കിൽ മുസ്ലിം ലീഗിന്റെ കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റി ഓഫീസ്. അപ്പൊ ഈ ആശുപത്രി വന്നു കഴിഞ്ഞാൽ അവിടെ സേവനമായിട്ടും മറ്റുള്ള ഈ രണ്ട് ഗ്രൂപ്പും ഉണ്ടാവും. അതുകൊണ്ട് അവിടെ നടക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ കാരണമാണ് പാനൂരിലെ ബിജെപിയുടെ അഭിപ്രായമാണ്. ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റ്, പാർട്ടി പറയുന്നത് തന്നെയാണ് താങ്കൾ പറയുന്നത്. അതെ, എന്താണ് സുധീര ഈ രണ്ടു കാലം താങ്കൾക്ക് അവിടെ പോയി പരിശോധിച്ചാൽ സ്മാരകം ഇതിന്റെ നേരെ തൊട്ട് ബേക്കിലായിട്ട് വരിക. ഈ സ്ഥലം RSS കാര്യാലയം എവിടെയാ? നേരെ മുന്നിൽ. എന്താണ് സുധീറെ, ഇതിന് പേടിയാണോ? അതിന്റെ തൊട്ടടുത്തല്ലേ CPM ഓഫീസ് ഉള്ളത്. എവിടെ? CPM ഓഫീസ് 1 കിലോമീറ്റർ 3 കിലോമീറ്റർ തൊട്ടപ്പുറത്താണ് CPM. ബൈപ്പാസ് റോഡിലാണ് ഈ സ്ഥലം. എന്റെ വാർഡിലാണ് ഈ സ്ഥലം. ബൈപ്പാസ് റോഡിലാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലം. സാങ്കേതികമായ ചില പ്രശ്നങ്ങളും സ്ഥലമായിട്ടുള്ള പരിമിതികളും മറ്റു വിഷയങ്ങളും കൊണ്ടാണ് മാറ്റിവെക്കേണ്ടി വന്നത്. അത് മാത്രമല്ല, മറ്റൊട്ടനവധി സ്ഥലങ്ങൾ നോക്കിയിട്ടുണ്ട്. ഉച്ചക്കാട് മുസ്തഫ ആജിക്കുന്ന സ്ഥലം മാത്രമല്ല, പല വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വെച്ച് വില്ലേജ് ഓഫീസിൽ നിന്ന് നഗരസഭയിലും പല രേഖകളും കൈമാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെല്ലാം അനുമതി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നടപടിയിലേക്ക് പോയത്. ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം, അതിലെ ആ സ്ഥലം ഒരു ബുദ്ധിമുട്ട് ആ സ്ഥലം ഇല്ലേ, ഒരു ബുദ്ധിമുട്ടും ആസ്പത്രിക്ക് അത് 1.5 ഏക്കർ ഒരു തടസ്സവും സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല. അതെന്ത് പറഞ്ഞാലും സ്തുതി പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. പാനൂരിലെ ജനതയെ അനുവദിക്കില്ല. അത് ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. അത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അത് ഒരു സാങ്കേതിക കാരണം പറഞ്ഞ് തള്ളാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. കരപ്പറമ്പാണ്, കുറച്ച് മാത്രമേ വയലുള്ളൂ. അത് തരമാറ്റി എടുക്കാം, നിർമ്മിക്കാൻ പറ്റും. ഇപ്പൊ ആസ്പത്രി ആയിട്ടുണ്ടായി വെറുതെ ഉരുട്ടിക്കൊണ്ട് പരിശോധനയുമായി ബന്ധപ്പെട്ട് ധാരാളം ഒരു പരിശോധന ആ സംഗതിയുമായി ബന്ധപ്പെട്ട് സ്ഥലപരിമിതി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഉച്ചക്കാട് മുസ്തഫ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുടെ സ്ഥലം കാണാൻ കാരണം എന്താണ്? അല്ല, ഈ പറയുന്ന ചതുപ്പ് കാലത്ത് കെട്ടിടങ്ങൾ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ എത്രമാത്രം സ്വീകരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധന തന്നെ വ്യത്യസ്തമായ അഭിപ്രായം വന്നതുകൊണ്ടാണ് കുറെ കാലമായി പറഞ്ഞു കേൾക്കുന്നു, പാനൂർ നഗരമധ്യത്തിലൂടെ 4 വരി പാത അല്ലേ? 4 വരിയോ 3 വരിയോ 2 വരിയോ? 4 വരി. എന്താണ് അതിന്റെ അവസ്ഥ? ഞാനത് പറഞ്ഞ മുമ്പ് നേരത്തെ മേക്കുന്ന് ആശുപത്രി മാത്രമല്ല, പെരിങ്ങളം PHC കെട്ടിടത്തിന് വലിയ തുക മാത്രമല്ല, നമുക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയ തീരദേശ റോഡുകൾ ബഹുമാനപ്പെട്ട നാസർ മാസ്റ്ററുടെ ജന്മദേശം ഉൾക്കൊള്ളുന്ന മേഖലയിലാണ് അദ്ദേഹം ചെയർമാനായി. ഞാൻ നാസറിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, തീരദേശ റോഡുകൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോ മോഹൻ അടിപൊളിയാണ്, UDF എളുപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? വെറുതെ ഞാൻ നാസറിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ. വ്യക്തിപരമായിട്ടല്ല, വ്യക്തിപരം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമേ. UDFന്റെ രാഷ്ട്രീയം അദ്ദേഹം UDFന്റെ സമയത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടാവും. LDFന്റെ രാഷ്ട്രീയമുണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത്? അങ്ങനെയൊന്നും വ്യക്തമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നത് ശരിയല്ല. അല്ലല്ല, ശരിയുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ 2 മുന്നണികളാണ് കേരളം ഭരിക്കുന്നതും കേരളം കൊണ്ടു നടക്കുന്നതും. അപ്പോൾ UDFൽ നിൽക്കുന്ന കാലത്തുള്ള മോഹനാണോ നല്ലത്? മോഹൻ എന്ന വ്യക്തിയല്ലേ ആ ഒരു ജനപ്രതിനിധി? LDFൽ നിൽക്കുന്ന ജനപ്രതിനിധിയാണോ ഏറ്റവും ടോപ്പ്? LDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചു എന്നത് വളരെ കൃത്യമാണ്. UDF നിൽക്കുമ്പോഴോ അത്രത്തോളം ഇല്ല. ഓക്കെ, ഇനി താങ്കൾ പറഞ്ഞോളൂ. എൻ്റെ ഈ ചോദ്യത്തിന് ഈ റോഡ് എങ്ങനെ വരും? ഈ പാനൂർ അത് വരുമോ? എന്താണ് അതിന്റെ നിലവിലുള്ള അവസ്ഥ? ഇപ്പൊ അതിന് സാമൂഹികാഘാത പഠനം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. എയർപോർട്ട് റോഡാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതെ, 4 വരി പാത. അത് എവിടുന്നാണ് വരുന്നത്? നമ്മുടെ മേഖലയിൽ പെരിങ്ങത്തൂരിൽ നിന്ന് എയർപോർട്ട് വരെ കൂത്തുപറമ്പ് പാറാൽ ചെന്ന് കയറുന്ന രീതിയിലായിരിക്കും ആ റോഡ് ഉണ്ടാകുന്നത്. അങ്ങനെയാണോ അത് പോകുന്നത്? എന്താണ് അതിന്റെ അവസ്ഥ? ഇപ്പോ അതിന്റെ സാമൂഹികാഘാത പഠനം പൂർത്തീകരിച്ചു. ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ വിളിച്ച് സുമംഗലി ഓഡിറ്റോറിയം മറ്റ് ഓരോ സ്ഥലത്ത് വെച്ച് അതിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആളുകൾക്ക് കേൾക്കാനുള്ളത് കേട്ടു. ഇനി നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോകണം. കുറച്ചും കൂടി സ്പീഡായിട്ട് ഇപ്പൊ വന്നു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ സ്പീഡായി ഈ നഗരം, ഈ 4 വരിപ്പാത പാനൂരിന്റെ ഹൃദയത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇപ്പൊ പാനൂർ നഗരത്തിന്റെ ആ ഒരു സാധനം മാറുകയാണ്, ചിത്രം തന്നെ മാറും. ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പറിച്ചു നടന്നത് എങ്ങോട്ടാണ്? എവിടെയാണ് പുതിയ നഗരം രൂപം കൊള്ളുക?
പുതിയ നഗരം രൂപം കൊണ്ടേ പറ്റൂ. കാരണം ഈ റോഡ് കടന്നു പോകുന്നത് പാനൂരിൻ്റെ ഹൃദയത്തിലൂടെയാണ്. അപ്പോൾ പുതിയൊരു സംവിധാനം ഉണ്ടായേ പറ്റൂ. അങ്ങനെ ഒരു ടൗൺഷിപ്പിനെ കുറിച്ച് ജനപ്രതിനിധികൾ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെവിടെ? ഇപ്പോൾ പുത്തൂർ റോഡിലാണ് കുറച്ചും കൂടി സൗകര്യപ്രദമായി കുറച്ചും കൂടി കെട്ടിടങ്ങൾ വരാൻ പറ്റാവുന്ന സാഹചര്യമുണ്ട്. പാനൂർ ടൗൺ ആയതുകൊണ്ട് പരിമിതികളിലുണ്ട്, നിഷേധിക്കുന്നില്ല. കാരണം സ്വത്തിന് വലിയ വിലയാണ് പാനൂരിൽ. അതെന്തുകൊണ്ടാണ് പാനൂരിൽ പ്രത്യേക വിലയുണ്ടോ? പാനൂരിൻ്റെ ഒരു സെൻറ്റ് 15 ലക്ഷത്തിലേക്ക് ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. അതാണ് പൊന്നും വിലയുള്ള മണ്ണാണ്. നമ്മൾ തന്നെ സത്യസന്ധമായി പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു നാടായി പാനൂർ മാറി. പണ്ട് ആളുകൾ ഓടിക്കൊണ്ടിരുന്ന വിവാഹം പോലെ നടത്താറില്ല. ഇപ്പം പാനൂരിന്റെ നമ്മളിപ്പോ പാനൂർ തന്നെ നഗരസഭ തന്നെ ആസൂത്രണം ചെയ്ത ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്ക് തന്നെ പലപ്പോഴും തടസ്സം നിൽക്കുന്നത് ഈ സ്ഥലത്തിന്റെ വിലയും ആയിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ട്. സത്യം എന്താ പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ടൗണിനോട് ചേർന്ന് എങ്ങനെ പുതിയ ടൗൺഷിപ്പ് രൂപീകരിക്കുന്നതാണ് എന്റെ ചോദ്യം. ഈ കടകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, കടകൾ എത്ര കടകൾ, എത്ര വ്യാപാര സ്ഥാപനങ്ങൾ അവിടെ നഷ്ടപ്പെടും? ഏകദേശം ഒരു 1000-ഓളം വരുന്ന കടകൾ തന്നെ അത് മൊത്തത്തില് ചെറുതും വലുതുമായി കടകൾ ഇപ്പോഴേ അതിന്റെ പ്രവൃത്തി തുടങ്ങണ്ടേ? അതിപ്പം തന്നെ ഒരുപാട് വലിയ ഷോപ്പിംഗ് മാളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതനുസരിച്ച് ആളുകൾ വരുമെന്ന രീതിയിലുള്ള മാളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. റോഡുകളിലാണ് ഇപ്പൊ കുറച്ചും കൂടി സൗകര്യപ്രദമായ, അതനുസരിച്ച് മാറ്റം വരും. ബോധവൽക്കരണം വ്യാപാരികളൊക്കെ മനസ്സുകൊണ്ട്. വേറെ പ്രശ്നം എന്ന് വെച്ചാല് പിന്നെ ഈ റോഡ് നേരത്തെ പറഞ്ഞ കുറ്റ്യാടി മുതൽ എയർപോർട്ട് വരെ റോഡാണ്. പക്ഷെ കോഴിക്കോടിലെ കുറ്റ്യാടി മുതൽ ഈ പെരിങ്ങത്തൂർ പാലം വരെയുള്ള ഒരു വർക്കുകളും ഇതുവരെ ആരംഭിച്ചില്ല, തുടങ്ങിയിട്ടില്ല. എന്നാൽ പെരിങ്ങത്തൂർ മുതൽ ഇവിടുന്നുള്ള വർക്കുകളാണ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. പരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ഒക്കെ വിളിച്ചു ചേർത്ത്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു ആശങ്ക അതിലുണ്ട്. കച്ചവടക്കാരെ കുറിച്ച് വലിയ ആശങ്ക. കാരണം എന്നാലും ഇവർ യോഗം ചേർന്നപ്പോൾ ഇവർ പറഞ്ഞത് കട പോയി വന്ന ആളുകൾക്ക് 50,000 രൂപയും വീട് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് 2 ലക്ഷം രൂപയും. ഇതാ ഒരു മാനദണ്ഡമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. 2 ലക്ഷം. അതേപോലെ കടകൾക്ക് 50,000. ഈ നഷ്ടപരിഹാരമാണ് ഇപ്പൊ ഗവൺമെന്റ് തീരുമാനം എടുത്തുള്ളത് എന്ന രീതിയിലാണ് പറഞ്ഞോട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത് ഇത് എന്താണ് പാർട്ടായിട്ടാണ് തുടങ്ങുന്നത്. എയർപോർട്ടിന്റെ വരുന്ന സൗകര്യത്തിന് വേണ്ടിയാണ് എങ്കിൽ കുറ്റ്യാടി മുതൽ വരണ്ടേ റോഡ്, അത് വന്നില്ല. അതിന്റെ ഒരു നടപടി. രണ്ടാമത് പെരിങ്ങത്തൂർ മുതലാണ് എങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഏറ്റെടുക്കുമ്പോൾ അനുസരിച്ചുള്ള നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ അവരില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ, വലിയ പ്രതിഷേധം. അപ്പൊ ജനങ്ങളെ ആശങ്ക പരിഹരിച്ചുകൊണ്ടാണ് എല്ലാം കൃത്യമായിട്ട് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാത്ത രീതിയിലുള്ള റോഡ് കൊണ്ടുപോയെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. പുതിയ 4-വരിപ്പാത യാഥാർത്ഥ്യമാകണമെന്ന് എല്ലാവരും ആഗ്രഹം. പക്ഷേ അതോടൊപ്പം തന്നെ പാനൂർ ടൗണിലെ വ്യാപാരികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി നഗരസഭയോ അല്ലെ മറ്റ് ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നാസർ മാഷ് ഇവരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മറ്റു പല ഭാഗത്തും പ്രൈവറ്റ് വ്യക്തികളുടെ മാളുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ആ കച്ചവടക്കാരെ എവിടെ പുനരധിവസിപ്പിക്കണം എന്ന് വെച്ചാൽ അവർക്ക് കച്ചവടം ചെയ്യണമല്ലോ. അതിന് കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കി അവരെ പുനരധിവസിപ്പിക്കേണ്ട കാര്യങ്ങൾ നഗരസഭയും MLA യുടെ ഭാഗത്തുനിന്നുണ്ടാണെന്നാണ് ആ കാര്യത്തിൽ പറയാം. അങ്ങനെ എന്തെങ്കിലും ചിന്ത നടക്കുന്നുണ്ടോ നാസർ മാഷേ? അത് വേണ്ട, ഈ 1000 വ്യാപാരികൾ ഛിന്ന ഭിന്നമായി പോവുകയും 1000-ല് പാനൂർ ടൗണുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ. മറ്റുള്ളവർക്കൊക്കെ ചെറിയ സ്ഥലങ്ങൾ. ഈ പാനൂർ ടൗണിന് അതേപോലെ അതിനപ്പുറത്തെ വേറെ പ്രശ്നം എന്താ, ഈ പെരിങ്ങത്തൂര് ശ്മശാനം, പെരിങ്ങത്തൂര് ഈ ഖബർസ്ഥാൻ ഉണ്ടല്ലോ, ശ്മശാനം എന്ന് പറയുന്നത് ഏകദേശം ഒരുപാട് 1500-ഓളം ആളുകൾ, 2000-ഓളം വരും മഹലിൽ ആളുകൾ മറവ് ചെയ്യുന്ന ഒരു ശ്മശാനമാണ് ഈ പെരിങ്ങത്തൂർ. കുടുംബങ്ങളുണ്ട്, അത്രയും വിശാലമായ ഏരിയ. അപ്പം ഇപ്പം ഒരു ശ്മശാനം പൊതുവായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പം നടക്കാത്തൊരു കാര്യമാണ്, ആളുകൾ സമ്മതിക്കില്ല. അപ്പൊ അത്ര ഏകദേശം വലിയൊരു ഭാഗം ഈ റോഡ് ശ്മശാനത്തിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ വലിയൊരു പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുണ്ട്. അതേപോലെ പെരിങ്ങത്തൂർ മുതലുള്ള കടകളുടെ കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ, പെരിങ്ങത്തൂർ ടൗണ് ഏകദേശം പോകും, പൂക്കോൺ ടൗണ് ഒരുപാട് അങ്ങനെ തന്നെ പോകും. മേക്കുന്ന് പറയുന്ന ടൗണേ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ പാനൂര് കംപ്ലീറ്റ് പോകും, പിന്നെ പാത്തിപ്പാലം പോകും, പത്തായക്കുന്ന് പോകും. ഇങ്ങനെയുള്ള ഒരുപാട് ഏരിയ ടൗണുകളെല്ലാം ഉണ്ടായി പോകുന്നത്. അതേപോലെ കൊട്ടിയോടി എന്ന് പറയുന്ന ടൗണെ ഇല്ലാത്തൊരു പൂർണ്ണമായിട്ടുണ്ടാവില്ല, പാനൂർ പോലെ തന്നെയാണ്. അതിൽ ആ ബദൽ സംബന്ധമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഗവൺമെന്റ് പറയണ്ടേ. ആവശ്യം നഷ്ടപരിഹാരം വന്നല്ലേ അത് അവർക്ക് മറ്റൊരു സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ, അല്ലെങ്കിൽ അവരെന്ത് അവസാനിപ്പിച്ചു പോകേണ്ട സ്ഥിതി. നാലുവരിപ്പാത വന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് ഈ ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. ആ ആശങ്ക പരിഹരിക്കപ്പെട്ടിട്ടാണല്ലോ ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ പലയിടത്തും മെച്ചപ്പെട്ട റോഡുകൾ വന്നത്. ഇത് കേന്ദ്ര ഗവൺമെന്റ്
കൃത്യമായ ഒരു കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് അപ്പൊ ഇത് ഇങ്ങനെ വരുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ ആശങ്കകൾ വരുമ്പോ ഈ റോഡ് പെട്ടെന്ന് യാഥാർത്ഥ്യമാവോ സുധീർ? യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ നടപടികളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ ജനങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തു, ജനങ്ങളിൽ നിന്ന് കേട്ടു. ജനങ്ങൾ അത് ഉൾക്കൊള്ളണമെങ്കിൽ കേന്ദ്ര സർക്കാർ ദേശീയപാത നൽകിയതുപോലെയുള്ള നഷ്ടപരിഹാരം ജനങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ ജനങ്ങൾ അത് ഉൾക്കൊള്ളൂ. അല്ലാണ്ട് ചെറിയ പൈസയും കൊണ്ട് പോയാൽ നടക്കൂല. ദേശീയപാതക്ക് എന്തുകൊണ്ടാണ് ഇത് മാറിക്കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഒരു വീട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് പോയി സ്ഥലം എടുത്ത് പൈസ കൊടുത്തിട്ടാണ് വികസനം യാഥാർത്ഥ്യമാക്കുന്നത്. അതേപോലെ സ്റ്റേറ്റ് പാക്കേജിൽ ഇത്ര പൈസ ജനങ്ങൾക്ക് കിട്ടുമെങ്കിൽ സ്റ്റേറ്റ് പാക്കേജ് ആണെങ്കിലും ആളുകൾക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ ആ നഷ്ടത്തിന്റെ തോത് കണക്കിലെടുത്ത് അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് മാത്രമേ ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാവശ്യമായ നിലപാട് എത്ര കാലം കൊണ്ട് യാഥാർത്ഥ്യമാവും സുധീറിന്റെ ഒരു അഭിപ്രായത്തിൽ? ഇപ്പം അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാലും അത് ഏകദേശം എത്ര നാളെടുക്കും? നമുക്കൊരു പദ്ധതി പറയുമ്പോൾ ഞങ്ങൾ ഇത്ര കാലം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറയാലോ. 6 മാസം പ്രതീക്ഷിക്കുന്നു. പദ്ധതി തുടങ്ങാനാണോ പൂർത്തിയാക്കാനാണോ? പൂർത്തീകരിക്കാൻ 6 മാസം. പദ്ധതി 6 മാസം കൊണ്ട് തുടങ്ങും. നാസർ മാഷ് എന്താണ് സ്ഥിതി? എത്ര കാലം എടുക്കും? അങ്ങനെ ഒരുപാട് കാലങ്ങൾ. കാരണം തലശ്ശേരി മായി ബൈപ്പാസ് 40 കൊല്ലം, അതുപോലെ 40 വർഷം എടുക്കും. 40 വർഷം അത് കേന്ദ്രത്തിലുള്ള തകരാറാണ്. ഫണ്ട് നൽകിയില്ല. ഇപ്പം നരേന്ദ്രമോദി സർക്കാർ 2014 ശേഷം വന്നപ്പോ നല്ല രീതിയിൽ പാക്കേജ് നൽകി ജനങ്ങളെല്ലാം അത് സ്ഥലം സർക്കാർ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് കേന്ദ്രം ഭരിച്ച സമയത്ത് എന്തുകൊണ്ട് ഇതൊന്നും നീങ്ങി കിട്ടിയില്ല? അത് നരേന്ദ്രമോദി സർക്കാർ 2014 ശേഷം വന്നാണ് ദേശീയപാത നല്ല രീതിയിൽ വലിയ രീതിയിൽ കോൺഗ്രസ് ഒരുമിച്ച് കേന്ദ്രം ഭരിച്ചിട്ടില്ല. UPA സർക്കാർ പോസ്റ്റിലേക്ക് ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ പേര് ഉയർന്നു വന്നതൊക്കെ നമ്മൾ ഓർക്കണം. ജ്യോതിബാസോടെ ഹർകിഷൻ ജ്യോതിബാസുവിന്റെ പേര് ഉയർന്നു വന്നതൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതൊരു കാലം. അപ്പൊ എന്തായാലും പാനൂർ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ കാണുന്ന വികസനം ഒരു കാര്യം പറയാനുണ്ട്. ഈ പാനൂർ മേഖല MLA അവഗണിക്കുന്നു എന്ന് പറഞ്ഞത് യാതൊരു അടിസ്ഥാനം. തീരദേശ റോഡ്, ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞ വൻ വികസന വോട്ടിറങ്ങിയില്ല വന്നു. തീരദേശ റോഡ് റോഡ് എന്ന് പറഞ്ഞാല് അവസാനം ചെയ്യേണ്ട പണിയാണ് ആദ്യം എടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരദേശ റോഡ് മോന്താനം തുടങ്ങിയത് UDF-ന്റെ കാലഘട്ടത്തിലാണ്. ആയിക്കോട്ടെ, അത് മാത്രമല്ല ബോട്ട് കെട്ടിയുടെ കാര്യത്തിൽ ബോട്ട് കെട്ടി ഇപ്പൊ ജലപാത എന്ന കണ്ണൂരിൽ നിന്ന് വളപട്ടണം മുഴയിൽ നിന്ന് മാഹിയിലേക്ക് ടച്ച് ചെയ്യുന്നവർക്ക് LDF സർക്കാർ കൊണ്ടുവന്നു. മുൻപ് UDF സർക്കാർ, പിന്നെ LDF സർക്കാർ അതുമായി മുന്നോട്ട് പോയ സമയത്ത് അതിന് കൃത്യമായ എല്ലാ സംവിധാനങ്ങളും ഏറ്റവും കുറഞ്ഞ നഷ്ടം ഏത് റൂട്ടിലാണെന്ന് വെച്ച് കൃത്യമായി പഠിച്ചിട്ടില്ല പ്രഖ്യാപിക്കട്ടെ. ഇത് ഓരോ ഘട്ടത്തിലും ഓരോ സമരം വരുമ്പോ മാറ്റി കൊണ്ടുപോവുക. ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ് പാനൂരിൽ. ഏതിലോട്ട് ജലപാത യാഥാർത്ഥ്യം ആകുന്നത് അലൈൻമെന്റുകൾ മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു ഇച്ഛാശക്തിയുള്ള സർക്കാരാണെങ്കിൽ ഇതിലെ കൂടിയാണ് വരിക എന്ന് ഉറപ്പിച്ചു പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കണ്ടേ. ഇത് പന്നിന്നൂർ ഭാഗത്ത് നിന്ന് പിന്നീട് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി, പിന്നെ കൂറ്റേരി ഭാഗത്തേക്ക് മാറ്റി, അവസാനം വീണ്ടും ഗുരുക്കൾ മുട്ട ഭാഗത്തേക്ക് മാറ്റി. തീരുമാനമായില്ല. അപ്പൊ ജനങ്ങൾക്ക് ഇത് ഏതിൽ കൂടി വരുന്ന ആടെല്ലാം വികസന പ്രവർത്തനങ്ങളും വീടുകളും നിർമ്മിക്കുന്നില്ല. സ്ഥലം വിൽക്കുമ്പോൾ അതിന് മാർക്കറ്റ് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ ജലപാതയുടെ ആ ഒരു ഇതിലുള്ള. നമ്മുടെ സമയം തീരുകയാണ്. ജലപാത, 4 വരിപ്പാത തുടങ്ങിയ ഒത്തിരി വികസന പ്രവർത്തനങ്ങളാണ് പാനൂരിൽ നടന്നു വരുന്നത്. ഇപ്പോൾ ഇനി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരികയാണ്. ഇത് നമ്മൾ കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും ഈ സംഭവം അടുത്തു വരും. അപ്പോൾ പ്രേക്ഷകർ, നമ്മൾ വോട്ടർമാർ, സമ്മതിദാന അവകാശമാണ് നമ്മുടെ കയ്യിലുള്ള ഏക ആയുധം. രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെ പലതും പറയും. ഇതെല്ലാം വിലയിരുത്തിയിട്ട്
1 കോടി ഉറുപ്പിക 11 വർഷമായിട്ട് ബാങ്കിൽ ഇട്ടുകൊണ്ട് ഇരിക്കുന്ന നേതൃത്വമുള്ള ഒരു പ്രദേശമാണ് പാനൂർ. അപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാൻ കിട്ടുന്ന ഏക സാഹചര്യം, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ശക്തി ഈ ബാലറ്റ് പേപ്പറാണ്, അല്ലെങ്കിൽ സമ്മതിദാന അവകാശമാണ്. വോട്ടെടുപ്പിന് നമ്മൾ തയ്യാറെടുത്ത് തുടങ്ങുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം എല്ലാ മുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞു. എനിക്ക് പ്രേക്ഷകരോട് ഇത്രയും പറയാനുള്ളൂ, ഇതെല്ലാം എഴുതണം, കണക്ക് കൂട്ടി പഠിച്ച് ആരാണ് ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നത്, ആരാണ് ചെയ്യാതിരിക്കുന്നത്, മാർക്കിടാൻ നമ്മൾ തയ്യാറാകണം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന അവസരം നന്നായി നമ്മൾ ഉപയോഗിക്കണം എന്ന് മാത്രമേ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. നെറേഗ ഈ എപ്പിസോഡ് പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. വിലയിരുത്തുക, ചിന്തിച്ച് പ്രവർത്തിക്കുക. പങ്കെടുത്ത 3 നേതാക്കൾക്കും നെറേഗയുടെ നന്ദി, നമസ്കാരം.